ഉള്ളിലേക്കുന്ന കാഴ്ചകളാണെങ്കിലും മൃതദേഹങ്ങൾക്ക് വേണ്ടി പരതുന്ന യന്ത്രങ്ങൾ, ഉറ്റവരെ തേടി നടക്കുന്ന പരതുന്ന മനുഷ്യരും കുഞ്ഞുങ്ങളും. സമാനതകളില്ലാത്ത രക്ഷാദൗത്യമാണ് മുണ്ടക്കയിലും ചൂരൽമലയിലും 4-ാം നാളും നടന്നത്. വിറങ്ങലിച്ചു നിൽക്കാതെ അവശേഷിക്കുന്ന ഓരോ ജീവനും രക്ഷിക്കാൻ ഇടതടവില്ലാത്ത ഇടപെടലുകളാണ് നാം കണ്ടത്. കാണാതായവർക്കായി ഭഗീരഥ പ്രയത്നങ്ങൾ. തിരിച്ചെടുക്കാൻ കഴിയാത്ത വിധം സർവ്വതും നഷ്ടപ്പെട്ട ജനതയെ നെഞ്ചോർത്തു പിടിക്കുമെന്ന പ്രഖ്യാപനമാണ് എങ്ങും. ഇത് കരളുറപ്പുള്ള കേരളം. ഞാനിപ്പോൾ നിൽക്കുന്നതിന് ചുറ്റും ഇവിടെ അവശിഷ്ടങ്ങളാണ്, വീടുകളുടെ ഒപ്പം സാധനങ്ങളുടെ ഒക്കെ അവശിഷ്ടങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗം മുഴുവൻ കുഴിച്ച് പരിശോധിക്കുന്നതിനായിട്ടാണ് ശ്രമിക്കുന്നത്. എനിക്ക് ഇതിൽ നിന്നൊന്ന് ഇറങ്ങണം. സൈന്യം മുന്നിൽ നിന്ന് നയിച്ച രക്ഷാപ്രവർത്തനത്തിനൊപ്പം ദേശീയ ദുരന്ത നിവാരണ സേനയും അഗ്നിരക്ഷാസേനയും പോലീസും KSUവും വിവിധ സന്നദ്ധ സംഘടനകളും പ്രാദേശിക രക്ഷാപ്രവർത്തകരുടെ സംഘവും ഒത്തൊരുമിച്ചാണ് ദുരന്തമുഖത്ത്. കുന്നുകൂടിയ ചെളിയിൽ നിന്ന് കണ്ടെടുക്കുന്നവരെയും കൊണ്ട് ശ്വാസം വിടാതെ ഓടുന്ന ആംബുലൻസ് ഡ്രൈവർമാർ, ഡ്യൂട്ടി സമയം പോലും മറന്ന് ജോലിയെടുക്കുന്ന ഡോക്ടർമാരും നഴ്സുമാരും. ഇന്ന് സെക്ടറുകൾ തിരിച്ചായിരുന്നു പരിശോധന. ഓരോ ടീമിലും 30 പേർ, 3 പ്രാദേശിക പ്രവർത്തകരും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും. അട്ടമലയും ആറന്മലയും പുഞ്ചിരിമട്ടവും വെള്ളാർമലയും അതീവ ദുഷ്കരമായ ദൗത്യം കണ്ടു. വലിയ JCB ഉൾപ്പെടെയുള്ള മണ്ണുമാന്തി യന്ത്രങ്ങളെത്തി. വിശ്രമമില്ലാതെ അത്യന്തം പ്രതികൂല സാഹചര്യങ്ങളോട് പടവെട്ടിയുള്ള രക്ഷാദൗത്യം. മണ്ണിനടിയിലായ മനുഷ്യരെ തിരയുന്നതിനൊപ്പം ഉരുൾപൊട്ടലിൽ നിലം പരിശായ പ്രദേശങ്ങൾ സഞ്ചാരയോഗ്യമാക്കാനുള്ള പരിശ്രമവും. മണ്ണിൽ പുതഞ്ഞ മൃതദേഹങ്ങൾ കണ്ടെത്താൻ ഡൽഹിയിൽ നിന്നും ഡ്രോൺ ബേസ്ഡ് റഡാർ ശനിയാഴ്ച എത്തും. തിരച്ചിലിന് തമിഴ്നാട്ടിൽ നിന്നും 4 കടാവർ നായകൾ കൂടിയെത്തി. മന്ത്രിതല സംഘവും വയനാട്ടിൽ തുടരുന്നുണ്ട്. ആർക്കും പരാതിയോ പരിഭവമോ ഇല്ല. എല്ലാവരും ഒന്നു ചേർന്ന് വിഭജനങ്ങളില്ലാതെ ഒരേ മനസ്സോടെയാണ് ഇതേവരെയുള്ള ഈ ഘട്ടത്തെ നേരിട്ടിട്ടുള്ളത്. എന്നാൽ ഇനിയുള്ളത് കുറെ കൂടി കടുപ്പമുള്ള ഒരു ദൗത്യമായിരിക്കും. ഇവരെല്ലാം പുനരധിവസിപ്പിക്കുക, അവരുടേതായ താല്പര്യങ്ങളും അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക, മാനസികാഘാതത്തിൽ നിന്ന് അവരെ തിരിച്ച് പ്രതീക്ഷയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരിക. ഇങ്ങനെ വലിയൊരു ദൗത്യം നാടാകെ തന്നെ ഏറ്റെടുക്കേണ്ടതുണ്ട്. അതിൽ നമുക്ക് ഏറ്റവും ശരിയായ രൂപത്തിൽ വിനിയോഗിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം എന്ന നിലയിലാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലൂടെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. സഹജീവികളെ തേടിയിറങ്ങുന്ന മനുഷ്യരുടെ അടങ്ങാത്ത സ്നേഹം തുടരുമ്പോഴും ഇനി എന്തെന്ന് ആദിയോടെ കാത്തിരിക്കുന്ന 100 കണക്കിന് കുടുംബങ്ങൾ. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.